ഹലോ ഗൈസ്, അപ്പോൾ നീറ്റ് എക്സാം അടുക്കാറായല്ലേ? ഇനി ഏകദേശം 10 ദിവസം കൂടിയേ ഉള്ളൂ നമുക്ക് റിയൽ നീറ്റ് എഴുതാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇത്രയും കാലം പ്രിപ്പയർ ചെയ്തത് മൊത്തം അതിൻ്റെ റിസൾട്ട് കിട്ടാൻ പോകുന്ന ടൈം വരികയാണല്ലേ. അപ്പോൾ എൻ്റെ പേര് അജിത്ത് എന്നാണ്. നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ എന്നെ അറിയുന്നുണ്ടാവും. ഡോപ്പയിലൊരു മെൻറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ 3rd ഇയർ MBBS സ്റ്റുഡൻ്റാണ്. 2018 നീറ്റാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ നമ്മളിന്നിവിടെ എന്താ പറയുക വന്നിരിക്കുന്നത് കുറച്ച് 1-to-1 കുറച്ച് പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു വീഡിയോ സീരീസിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളിവിടെ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ 10 ദിവസം കൂടിയേ ഉള്ളൂ നീറ്റ് എക്സാമിന്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തത്രപ്പാടിലായിരിക്കും, ലാസ്റ്റ് മിനിറ്റ് തത്രപ്പാടിലായിരിക്കും. എന്തൊക്കെ പഠിക്കണം, അത് പഠിക്കണം, എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യാണോ വേണ്ടത്, അതോ ബുദ്ധിമുട്ടായിട്ടുള്ള ഇതുവരെ പഠിക്കാത്ത ചാപ്റ്റേഴ്സാണോ അപ്പോൾ പഠിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഡൗട്ടായിരിക്കും നിങ്ങൾ ഓരോരുത്തർക്കും ലാസ്റ്റ് മിനിറ്റ് എന്താ ചെയ്യേണ്ടത്. അപ്പം മെജോറിറ്റി എല്ലാ ആൾക്കാരും ഓരോ ടൈപ്പാണ് കേട്ടോ, എല്ലാവരും ഒരുപോലെയല്ല. അപ്പം മെജോറിറ്റി ഓഫ് ദ ആൾക്കാർക്ക് യൂസ്ഫുൾ ആവാൻ എങ്ങനെയാണ് ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും റിവൈസ് ചെയ്യാന്നുള്ള ഞാൻ ചെയ്ത കാര്യം, ഞാൻ എൻ്റെ എക്സാം നീറ്റ് എഴുതുന്ന സമയത്ത് ഞാൻ ചെയ്ത കാര്യമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ബെനിഫിഷ്യൽ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമുക്ക് 3 സബ്ജക്റ്റാണ് അല്ലേ ഉള്ളത്. നമുക്കൊരു ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്. ഈ 3 വിഷയമാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതിൽ NCERT ഓറിയൻറ്റഡ് ആയിട്ട് NCERTക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ട വിഷയത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമാണ് ബയോളജി എന്ന് പറയുന്ന വിഷയം. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ബയോളജി ടെക്സ്റ്റ് എടുക്കുക, NCERT ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, ബയോളജി എടുക്കുക. ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ലേബൽ ചെയ്ത ഒരു ഡയഗ്രാം പോലും നിങ്ങൾ NCERTയിൽ നിന്ന് വിടുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. എല്ലാവരും NCERTയിൽ പോയിട്ട് എല്ലാ പാഠത്തിൽ കൂടെയും പോയിട്ട് നിങ്ങൾ ആ ഡയഗ്രാംസ് ഒക്കെ റീവിസിറ്റ് ചെയ്യുക, ലേബലിങ്സ് ഒക്കെ കറക്റ്റായിട്ട് നോക്കുക. കാരണം അതേപോലെ തന്നെ എക്സാമിന് വീണ്ടും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ കാര്യം ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ബയോളജി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയം വേറെ വിഷയം ഏതാ? കെമിസ്ട്രിയിലെ നമ്മുടെ ഇനോർഗാനിക് കെമിസ്ട്രിയും ഓർഗാനിക് കെമിസ്ട്രിയാണ്. അതുപോലെ തന്നെ NCERTക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട വേറൊരു സബ്ജക്റ്റ് അല്ലേ. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയിലെ എല്ലാ നെയിംഡ് റിയാക്ഷൻസും നമുക്ക് അറിയാം, ഒരുപാട് നെയിംഡ് റിയാക്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. അപ്പോൾ ഔട്ട് ഓഫ് ദ ബോക്സ് വലിയ റിയാക്ഷൻസ് ഒന്നും പഠിക്കാൻ പോകാണ്ട് നിങ്ങളെ ഒരുപാട് എക്സ്ട്രാ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അവസാന മിനിറ്റ് നിങ്ങൾ NCERTയിൽ കൊടുത്തിരിക്കുന്ന എല്ലാ പെക്യുലിയർ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻസും ഓരോരോ പ്രത്യേക റിയേജൻറ്റ് വരികയാണെങ്കിൽ എന്താണ് പ്രൊഡക്റ്റ് കിട്ടുക എന്നുള്ള കാര്യം, അതുപോലെ തന്നെ കുറേ ട്രെൻഡുകൾ ഉണ്ടാവില്ലേ, ബേസിസ്റ്റിയുടെ അസിഡിറ്റിയുടെ അങ്ങനത്തെ ട്രെൻഡ്സ്, ഏതൊക്കെ റിയാക്റ്റീവ് നോമൻക്ലേച്ചറിൻ്റെ സമയത്ത് ആർക്കൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, ആ എല്ലാവിധ അങ്ങനത്തെ ഓർഡേഴ്സും റിയാക്ഷൻസും ഒക്കെ നിങ്ങൾ ഇന്ന് തന്നെ പോയിട്ട് എന്താ പറയുക അത് വായിച്ചു തുടങ്ങുക ഓർഗാനിക് കെമിസ്ട്രിയിൽ. അതുപോലെ തന്നെ NCERT മാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു സബ്ജക്റ്റാണ് ഏത്? നമ്മുടെ ഇനോർഗാനിക് കെമിസ്ട്രി. അപ്പോൾ ബോൾഡൻ ചെയ്ത സംഭവങ്ങൾ, അതുപോലെ ടേബിൾസ്, അതുപോലെ എന്താ പറയുക വളരെ പെക്യുലർ ആയിട്ടുള്ള നെയിംഡ് റിയാക്ഷൻസ്, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ നോക്കാം. അപ്പോൾ എന്താണ് നമ്മൾ ഇനി ഫിസിക്കൽ കെമിസ്ട്രിയിലും അതുപോലെ ഫിസിക്സിലും ചെയ്യാന്നുള്ള കാര്യമാണ്. നിങ്ങൾ ഈ 2 സബ്ജക്ട്സിലും ഇപ്പോൾ ഫിസിക്കൽ കെമിസ്ട്രി ആയിക്കോട്ടെ ഫിസിക്സ് ആയിക്കോട്ടെ ഒരുപാട് മാത്തമാറ്റിക്കൽ അപ്രോച്ച് വരുന്ന എന്താ പറയുക ടോപ്പിക്സ് ആണല്ലേ. അപ്പോൾ നിങ്ങൾ കുറേ തിയറി ഇവിടെ വായിച്ചിട്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എത്രത്തോളം യൂസ് ഉണ്ടാവും എന്നുള്ള കാര്യം എനിക്ക് എന്താ പറയുക ഫിസിക്കൽ കെമിസ്ട്രിയോടും ഫിസിക്സിനോടും ഒരു ബെറ്റർ അപ്രോച്ചായിട്ട് തോന്നിയ കാര്യം എന്താണെന്നറിയോ? നിങ്ങൾക്കിപ്പോൾ നമുക്കറിയാം നമ്മുടെ ഡോപ്പയിൽ ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്, ഫുൾ സിലബസ് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്, ഓൾ കേരള മോക്ക് ടെസ്റ്റ് നടത്തുന്നുണ്ട്. ഈ കാര്യമൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അത് റിലീജിയസ്ലി അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? എല്ലാ എക്സാമും അറ്റൻഡ് ചെയ്യുക, തെറ്റ് വരുന്ന ക്വസ്റ്റ്യൻസ് കറക്റ്റ് ചെയ്യുക, മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. അതേ ക്വസ്റ്റ്യൻസ് വീണ്ടും എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും തെറ്റ് വരുത്താനുള്ള ചാൻസ് വളരെ കുറവാണ്. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് സ്ട്രാറ്റജി ഫോർ ഫിസിക്സ് ആൻഡ് ഫിസിക്കൽ കെമിസ്ട്രി. ഒരു എക്സാം പോലും വിട്ട് കളയരുത്, എല്ലാ എക്സാമും അറ്റൻഡ് ചെയ്ത് അതിലെ മിസ്റ്റേക്സ് എല്ലാം കറക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഫോർമുലാസ് നോക്കുക, അതിൻ്റെ കൂടെ നിങ്ങൾ ഫിസിക്കൽ കെമിസ്ട്രിയും ഫിസിക്സും ചെയ്യേണ്ടത് ഈ കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ NCERT ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ ലാസ്റ്റ് മിനിറ്റാണ് നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നോ അത്രത്തോളം പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട്സ് തന്നെ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. സോ ഓൾ ദ ബെസ്റ്റ് ഗൈസ്.